സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ടി.ജി. മോഹൻദാസിന് എതിരെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു വിമർശനത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അതിന് മറുപടി എന്നോണം ഭാഗ്യലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അന്ന് ഞാൻ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ, അതായത് സമരം ചെയ്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്നൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയില്ല. അതിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടുന്നല്ലോ. അതിനെതിരെ ABC എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി കഥ പറയിക്കരുത്, ടി.ജിയെ തിരുത്താൻ നിങ്ങൾ ആര്? ഒരു താഴെ ഭാഗ്യലക്ഷ്മിയുടെ കഥ ഇതാണ്. ABC ആണ്. അതെന്താ ടി.ജിയെ തിരുത്താൻ പാടില്ലേ? ടി.ജി എന്താ ദൈവമാണോ? ടി.ജി നിങ്ങൾക്ക് ദൈവമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ദൈവമൊന്നുമല്ല. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം വായ മൂടി ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുമായിരിക്കും അയാൾ അങ്ങനെ പറയരുതായിരുന്നു എന്ന്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമേ ഇല്ല. നിങ്ങൾ ഇപ്പോഴും അയാളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാൾ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ ഒരു വീഡിയോയിൽ വളരെ മാന്യമായ ഭാഷയിലാണ് ഞാനത് പറഞ്ഞത്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് എന്നോട് എന്തിനാണ് ഇയാളോട് ഇത്ര മാന്യമായി സംസാരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു. പക്ഷെ എനിക്ക് അതേ പറ്റുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ മോശമായ ഭാഷ ഉപയോഗിക്കാൻ എന്റെ നാവ് അതിന് വഴങ്ങില്ല. അപ്പൊ ഇതിന്റെ താഴെ ഇനി ഏതെങ്കിലും ഒരുത്തം വന്ന് പറയും, അപ്പൊ നിങ്ങൾ മറ്റേ യൂട്യൂബർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം, പിന്നെ താനൊന്നും അങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ഈ രാജ്യത്തെ സ്ത്രീകളോട്, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, അത് BJP യോ RSS ഓ എന്തുമാകട്ടെ, നിങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതെന്ത് ഭാരത സംസ്കാരമാണ്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാരതം? പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭാരതം ഇതല്ല. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു ഭാരതമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയം ഇല്ലാത്ത ഒരുപാട് പേര് ടി.ജി. മോഹൻദാസിനെ വിമർശിച്ചു. പക്ഷെ അവരെയൊന്നും പറയില്ല. കാരണം ഭാഗ്യലക്ഷ്മി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കിട്ടും, അല്ലെ? ഭാഗ്യലക്ഷ്മി എന്ന് പറയുമ്പോൾ വേഗം ഒന്ന് ആൾക്കാർ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെ പറയുന്ന സ്ത്രീകളെ കുറിച്ച് അപരാധം പറയുക എന്നുള്ളതാണ്. അത് ഏത് വിഡ്ഢിക്കും സാധിക്കും. എനിക്ക് 65 വയസ്സായി, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെതിരെ ഒന്നും ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? എന്റെ സംസ്കാരം നിങ്ങളുടെ സംസ്കാരമല്ല. എന്റെ സംസ്കാരം നിങ്ങൾ വാക്കുകൊണ്ട് പറയുന്ന ഒരു ഭാരത സംസ്കാരം ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംസ്കാരമല്ല. എനിക്ക് എന്റെ സംസ്കാരമുണ്ട്. ഇതെല്ലാം മാറുന്ന ഒരു കാലം വരും, തീർച്ചയായിട്ടും വരും. എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ടി.ജി. മോഹൻദാസ് CJP പ്രൊട്ടസ്റ്റിനെതിരെ അവിടെ വരുന്നവരെയൊക്കെ ബലാത്സംഗം ചെയ്യണം, അവിടെ വരുന്ന പെൺകുട്ടികളെ വരുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ അവിടെ വരുന്ന പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒരു പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇപ്പം ഇതിനകത്തും പറയുന്നതാണ്, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഒരാളിനെ എങ്ങനെ അനുകൂലിക്കും? ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഇത് ഭാരത സംസ്കാരമാണോ? ഭാരത സംസ്കാരത്തിന് ഉതകുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ന്യായീകരിക്കാൻ കഴിയും? അതുകൊണ്ട് എനിക്കിത് ന്യായീകരിക്കാൻ കഴിയത്തില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക്. ആരാണ് ഈ ഞങ്ങൾ? ഭാഗ്യലക്ഷ്മി മാത്രം പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞങ്ങൾ? പിന്നെ ഭാരത സംസ്കാരത്തെ, സ്ത്രീകളെയും ഒക്കെ ഏറ്റവും വലിയ വലിപ്പത്തിൽ ബഹുമാനിക്കുന്നവരാ വന്നു. ഭാരത സംസ്കാരം എന്താണെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലെങ്കിൽ പൊതുവെ അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. പിന്നെ ഓരോരുത്തരും ധരിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഭാരതത്തിന് മൊത്തത്തിലൊരു സംസ്കാരം ഉണ്ടല്ലോ. ആ സംസ്കാരത്തിനനുസരിച്ച് പോകുന്ന സ്ത്രീകളെ എല്ലാവരും ബഹുമാനിച്ചേ മതിയാകൂ. അങ്ങനെ ബഹുമാനിക്കണം. ഇപ്പം ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്നില്ലേ? ജയലളിതയെ ബഹുമാനിക്കുന്നില്ലേ? പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന മമതാ ബാനർജിയെ നമുക്ക് ബഹുമാനിക്കണ്ടേ? വലിയ ബഹുമാനമാണ്. നിർമ്മല സീതാരാമനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? നിർമ്മല സീതാരാമന്റെ മകൾ, അവരൊരു എയർഫോഴ്സ് ആണോ, നേവി, അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥർ, അവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? സ്ത്രീകളെ ഏറ്റവും വലിയ വലിപ്പത്തിൽ ബഹുമാനിച്ചേ ഒക്കൂ. കാരണം അവരാണല്ലോ ഈ സമൂഹം, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ വലിപ്പത്തിൽ. അവരില്ലെങ്കിൽ പ്രകൃതി ഉണ്ടോ? മനുഷ്യരാശി ഉണ്ടോ? അല്ലെങ്കിൽ മറ്റു പലതും ഉണ്ടോ? പ്രകൃതി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവരെ ബഹുമാനിച്ചു വെക്കൂ. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിന്റെ പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന 30 മിനിറ്റുള്ള ഒരു വീഡിയോയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരാമർശം നമ്മൾക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കരുത്. അപ്പം ഈ വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ സ്ത്രീകളെ കുറിച്ചല്ല പറഞ്ഞ, അവിടെ സമരത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരും. സമരത്തിന്റെ മുദ്രാവാക്യം എല്ലാവർക്കും അനുകൂലിക്കാൻ പറ്റുന്ന മുദ്രാവാക്യമാണ്. പക്ഷെ ആ മുദ്രാവാക്യത്തിന്റെ പുറകിൽ അത് കേട്ട് നേരാംവണ്ണം
അല്ലെങ്കിൽ സത്യസന്ധമായി അവരുടെയൊക്കെ നിഷേധിക്കപ്പെട്ട ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരും വന്നിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ പിറകിൽ നടക്കുന്ന ഉദ്ദേശം അല്ലെങ്കിൽ കൊള്ളരുതായ്മ അതൊന്ന് തിരിച്ചറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അദ്ദേഹം ആയിരുന്നെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാ പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഒരു സങ്കല്പിക്കത്തിരിക. പുള്ളി ഡൽഹി മുഖ്യമന്ത്രി അല്ല, നരേന്ദ്രമോദിയുടെ പൊസിഷനിൽ ഇരിക്കുന്ന ആളുമല്ല. പിന്നെ അവിടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കാണിച്ചിരുന്ന ഫോട്ടോസും വീഡിയോസും കണ്ടാൽ അവിടെ വരുന്ന സ്ത്രീകൾക്ക് TG പറഞ്ഞതുപോലെ അത്തരത്തിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ മോശം സ്വഭാവത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ധരിച്ചാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. ആ വീഡിയോയും ഞാൻ വീണ്ടും കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് പോലീസും ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പകർത്തിയിട്ട് ലോകം മൊത്തവും വിട്ട അതിനെ ആ TG സംസാരിച്ച് അതിന് TG അങ്ങനെ പറഞ്ഞു. ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറയുന്ന ഒരാളിനെ ന്യായീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഭാരത സംസ്കാരത്തിന്റെ ഉള്ളവർക്കാർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സംസാരിക്കാനും നീതിയും ഒക്കെ ഉറപ്പാകുന്ന ഒരു ഭാരതം നാളെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇപ്പോഴത്തെ ഭാരതം അങ്ങനെ അല്ലെന്നല്ലയോ ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്? അപ്പൊ ഇപ്പം ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഭാഗ്യലക്ഷ്മി വേറെ ഒരു നമ്മൾക്ക് പറയാം ഒരു VJP നായരെ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആക്രോശം പറയുന്നത് സങ്കടമാണിത്. നിങ്ങൾ ചെയ്യേണ്ട കടമയാണിത്. ഞങ്ങൾ ഇരിക്കപ്പോഴത്തില്ലാതെ ഞങ്ങളെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയത് സമൂഹത്തിനോട് തന്നെയാണ്. ഇവിടെ ഒരു സൈബർ നിയമമില്ലാത്തതിന്റെ ഇതാണ് ഈ കാണുന്നത്. ഒരുത്തനുടെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന് കൊടുക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല കൊടുക്കാത്തത്. മനസ്സിലായില്ലേ? VJP നായരെ ആക്രമിക്കുന്ന വീഡിയോക്കകത്ത് VJP നായരോട് എനിക്കൊരു ന്യായീകരണവും ഇല്ല. അയാൾ അന്ന് പുറത്തു വിട്ട വീഡിയോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ അയാളുടെ അടുത്ത് കരിയോലൊഴിച്ചു, അയാളുടെ അടിച്ചു പിടിച്ചു, ഇതിനകത്തൊക്കെ അന്നൊരടി കിട്ടട്ടെന്നുള്ള ആള് തന്നെ. പക്ഷെ ആ VJP നായരുടെ കൂട്ട് ഉള്ള ആളെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ TG പോലെയുള്ളവരെ ശ്രമിച്ചാൽ അതങ്ങനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതെ, TG തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ TGമാര് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ TGയെ പിടിച്ച് അകത്തിടണമെന്ന് തന്നെയാണ് പക്ഷെ TG പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ വരുത്താൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉള്ള ശ്രമം. പിന്നെ ഈ അപരാധം പറഞ്ഞെന്നാണ് ഇതിനകത്ത് ഇവർ പറയുന്നത്. ഇങ്ങനെ പറയുന്നവരെ അപരാധം പറയുന്ന ഒരവസ്ഥ. നമ്മൾ ആരെയും അപരാധം പറയാറില്ല. മനസ്സിലായില്ലേ? ആരെങ്കിലും അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യമല്ല. നേരത്തെ ഒരു സെലിബ് അല്ലെങ്കിൽ അഭിനേതാവുണ്ട് ശാന്തിവിള ദിനേശ്, അദ്ദേഹമൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞത് അതിനകത്തൊന്നും നമുക്ക് ആ അദ്ദേഹത്തിന്റെ പറച്ചിലിനോടൊന്നും അഭിപ്രായമൊന്നുമില്ല. അപ്പം അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, അതൊക്കെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഇവരുടെ കൂടെ VJP നായരെ അന്ന് ആക്രമിക്കുന്നതിന് ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു, ദിനാസൻ അല്ലെ, ദിയാസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ശ്രീലക്ഷ്മി അറയ്ക്കൽ. അപ്പൊ അവർക്കൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവർ പക്ഷെ അവരെയൊക്കെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടിയിരുന്ന് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ഒറ്റയ്ക്കാ പറയാം, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കാണും. അവരെയൊക്കെ തിരുത്തണമെങ്കിൽ തിരുത്തണം. നമ്മൾക്ക് എന്തായാലും ഭാഗ്യലക്ഷ്മിയെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ ഭാഗ്യലക്ഷ്മി ഈ പറഞ്ഞ കാര്യത്തിനകത്ത് TG മോഹൻദാസ് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ കേസുണ്ടെന്ന് പറയുന്നു. വളരെ വലിയ ആൾക്കാർ, വലിയ വലിപ്പത്തിൽ വളരെ കൂടുതൽ ആൾക്കാർ പറഞ്ഞെന്ന് പറയുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ മാത്രം അത് എടുത്തിട്ട് പറയുന്നെന്ന് പറയുന്നു. ഉള്ള ആൾക്കാരുടെ മൊത്തത്തിനും മറുപടി പറയണ്ട. മനസ്സിലായില്ലേ? അവരുടെ കൂടെ ഇതേപോലെ
ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു കാര്യത്തിനും അസത്യമായിട്ട് പറയുന്ന ഒരു കാര്യത്തിനും കൂടെ ഭാഗ്യലക്ഷ്മിയും കൂടെ പറഞ്ഞപ്പോഴാണ് ഭാഗ്യലക്ഷ്മിയുടെ കാര്യം പറയേണ്ടി വന്നത്. മനസ്സിലായോ? അതിനകത്ത് ഭാഗ്യലക്ഷ്മിക്ക് ഇപ്പോഴും അതിനകത്ത് കയറി പരിശോധിക്കാം. അതിനകത്ത് പരിശോധിക്കുമ്പോൾ ടി ജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാ ടി ജി. പക്ഷെ ടി ജിയുടെ ടോക്കിനകത്ത് പറഞ്ഞിട്ടില്ല. ടി ജി ഇപ്പോഴും പിൻവലിച്ചിട്ടില്ലല്ലോ. ആ ടോക്ക് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറ്റമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തല്ലേ ഒക്കൂ. പ്രത്യേകിച്ചും പെൺകുട്ടികളെ. രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുത്തിട്ടില്ല. നേരത്തെ ജോഡോ യാത്രയ്ക്ക് അകത്ത് പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെ പ്രായപൂർത്തിയാത്ത പെൺകുട്ടികൾ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന പറഞ്ഞു. MP ആണ്, പ്രതിപക്ഷ നേതാവാണൊക്കെ എന്ന് കേസെടുത്തു. അവസാനം ആ കേസിനകത്തുനിന്ന് ഊരാൻ അദ്ദേഹം ചുമ്മാതെ പറഞ്ഞാണെന്ന് പറയേണ്ടി വന്നു. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞു പോകാനൊക്കത്തില്ല പൊതുസമൂഹത്തിലേ. കാരണം ഇത് ലോകം മൊത്തം ഉള്ള ആൾക്കാർ കാണുന്നതാണ്. അപ്പം ഇതിനകത്ത് പിന്നെ എന്നെ പോലെയുള്ള ഇതുമാതിരി കാര്യം പറയുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് എതിരെ ആഭാസത്തരം പറയുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം പറഞ്ഞു. ഇതിനകത്ത് ആഭാസത്തരം ഒന്നും ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ABC ചാനലിനില്ല. മനസ്സിലായി? നമ്മൾ പറഞ്ഞത് ഒരു കൃത്യമായ കാര്യം കൃത്യമായ വിലയിരുത്തൽ കൂടി ഒരു യൂട്യൂബിൽ കൂടി ചെയ്തപ്പോൾ അയാൾ ഒരു രാജ്യസ്നേഹി ആയപ്പോൾ അയാൾ ഇതുപോലെ രാജ്യത്തിനകത്ത് വിധ്വംസക ശക്തികളുടെ പ്രേരണ കൊണ്ട് അറിഞ്ഞും അറിയാതെയും രാജ്യത്തിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ വലിച്ചു കീറി കാണിക്കുമ്പോൾ അയാൾക്കെതിരെ ശക്തമായ ഒരു നീക്കം, ഒരു സംഘടിത നീക്കം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നു. അത് ശരിയല്ല, പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യമാണ് നമ്മൾ തുറന്നു കാട്ടിയത്. ആ വർത്തമാനത്തിൽ കൂടി ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി വന്നപ്പോൾ ഭാഗ്യലക്ഷ്മിയെ 10 പേർ അറിയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെങ്ങനെ പറയാൻ പാടുണ്ടോ, ഇതൊക്കെ പഠിച്ചു പറയണ്ടേ എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ വേറെ കാര്യങ്ങൾ ഒന്നും അല്ല പറഞ്ഞത്. ഈ ഭാഗ്യലക്ഷ്മി ഈ പറയുന്നത് പോലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഭാരത സംസ്കാരത്തിന് വേണ്ടിയും ഒക്കെ പറയുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനേ നിവർത്തിയുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഭർത്താവിനെ അനുസരിക്കുന്ന കുടുംബിനികൾ, മക്കളെ വളർത്തി ജീവിക്കുന്ന കുടുംബിനികൾ, അത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ആ രീതിയിൽ ഈ നമ്മുടെ സംസ്കാരവും നമ്മുടെ മറ്റു പലതും ഒക്കെ പേറി നടക്കുന്ന, അല്ലാതെ ഇപ്പം നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുഗതകുമാരിയെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ വലിയ വലിപ്പത്തിലുള്ള പഴയ പല ആൾക്കാരുമുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ ഫെമിനിസ്റ്റുകളുടെയൊക്കെ ലിസ്റ്റിലും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുകയും സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഇപ്പോൾ വേറെ പലരുമൊക്കെയാണ് വന്നേക്കുന്നത്. മനസ്സിലല്ലേ? അവരൊക്കെ മാറിയിട്ട് അവരെയൊക്കെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. അവരൊക്കെ മാറിയിട്ട് അറിയാമല്ലോ, സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഇതാണ് ഞങ്ങളുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ഓരോരുത്തരുടെ പേര് ഞാനെടുത്ത് പറയുന്നില്ല. ഈ കേൾക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ വരുമ്പോഴാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവരും പറയുന്നത് ഇത് ഭാരത സംസ്കാരമാണെന്ന്. ഇതാണോ ഭാരത സംസ്കാരം? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാരത സംസ്കാരം ഇതാണ് ഭാരത സംസ്കാരം എന്ന് ആരെങ്കിലും വരുത്തി തീർക്കാൻ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അവര് ഈ ഭാരതത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഭാരതത്തെ ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരുടെ കൂടെ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെന്ന് വിചാരിക്കേണ്ടി വരും. ഇതുപോലുള്ള ചില ആൾക്കാർ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ. ഞാൻ 10 പുരുഷന്മാരുടെ കൂടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുന്ന വിസ്തരിക്കുന്ന ചില സ്ത്രീകൾ. ഈ സ്ത്രീകളെയൊക്കെ കാണാൻ ഇവിടുത്തെ പുതിയ പെൺകുട്ടികൾ തയ്യാറായാൽ ഇതിനകത്ത് ഞാനീ പരിശോധിച്ചാൽ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും, പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇവരൊക്കെയാണ് ഇപ്പം സ്ത്രീ സമത്വത്തിനും ഈ വിജയ് പി നായരെയൊക്കെ തല്ലാൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവരെയൊക്കെ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ, അല്ല 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഇവരെയൊക്കെ ഹീറോസ് ആക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും ഭാരത സംസ്കാരം? എങ്ങനെ പോകും ഭാരത സംസ്കാരം? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊന്നും അല്ല ഭാരത സംസ്കാരം. പിന്നെ ഭാരത സംസ്കാരവും അല്ലെ സ്ത്രീത്വവും അല്ലെ സ്ത്രീ സമത്വവും ഒക്കെ ഇവിടെ പേരും പറഞ്ഞിട്ട് അതിനുവേണ്ടി വാദിക്കുന്നവരും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഭാരത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരും അത് എന്നും വേണമെന്ന് വാശി പിടിച്ച് ജീവിക്കുന്നവരെയൊക്കെ അതല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അത് വേർതിരിച്ച് പറയേണ്ടി വരും. അതിന് അപരാധം പറച്ചില്ലെന്ന് പറയണ്ട. നമ്മൾ ആരെയും അപരാധം പറയത്തില്ല, ഇന്നും പറയത്തില്ല, നാളെയും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. അത് മോശമായ സ്ത്രീയെ ആണെങ്കിൽ പോലും പറയത്തില്ല. സമൂഹത്തിന് മോശം മെസ്സേജ് കൊടുക്കും. കാരണം അവർ സ്ത്രീകളാണ്, മനസ്സിലായോ? അവരോട് നമ്മൾക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ട്. അവർ അങ്ങനെ പറയുന്നത് എന്തിൻ്റെയൊക്കെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അങ്ങനെ ചെയ്യിക്കുന്നതാണ്. അങ്ങനെ വിചാരിക്കാനാണ് നമുക്കിഷ്ടം.